ക്ഷേത്രം ജീവനക്കാരോട് അവഗണന തുടർന്ന് മലബാർ ദേവസ്വം ബോർഡ്. ഭൂരിഭാഗം ക്ഷേത്രം ജീവനക്കാർക്കും മാസങ്ങളായി ശമ്പളമില്ല. വരുമാനം കുറഞ്ഞ ക്ഷേത്രങ്ങളിലെ ജീവനക്കാർക്കാണ് ഈ പ്രതിസന്ധി. തൊഴിൽ നികുതി അടച്ചിട്ടും PF, ESI ആനുകൂല്യങ്ങൾ നൽകാതെ മലബാർ ദേവസ്വം ബോർഡ് ക്ഷേത്രം ജീവനക്കാരെ അരപ്പട്ടിണിയിൽ നിന്ന് മുഴുപ്പട്ടിണിയിലേക്ക് തള്ളിയിടുകയാണ്. അനഘ ഹർഷൻ ചേരുന്നു. അനഘ, ഇതിന്റെ യഥാർത്ഥ വസ്തുത എങ്ങനെയാണ്? രോഹിണി, മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ 1700ഓളം ക്ഷേത്രങ്ങളാണുള്ളത്. ഈ ക്ഷേത്രങ്ങളിൽ വരുമാനമുള്ള ക്ഷേത്രങ്ങളിലെ ജീവനക്കാർക്ക് ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും ഒക്കെ തന്നെ ലഭിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ വരുമാനം കുറഞ്ഞ ക്ഷേത്രങ്ങളിലെ ജീവനക്കാർക്ക് 6 മാസം അല്ലെങ്കിൽ 1 കൊല്ലമൊക്കെയായി ശമ്പളം കൃത്യമായി ലഭിക്കുന്നില്ല എന്നതാണ് വസ്തുത. മാത്രമല്ല, പല ക്ഷേത്രം ജീവനക്കാരും ഇത്തരത്തിൽ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. രാവിലെ ക്ഷേത്രത്തിലെ ജോലി കഴിഞ്ഞ് മറ്റ് പല പണിക്കും പോകേണ്ട ഒരു അവസ്ഥയാണ് തങ്ങൾക്കുള്ളത് എന്നാണ് അവർ പറയുന്നത്. മാത്രമല്ല, ഈ മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഈ ക്ഷേത്രങ്ങളിൽ, വരുമാനമുള്ള ക്ഷേത്രങ്ങളിലെ ജീവനക്കാർക്ക് പോലും അവർ തൊഴിൽ നികുതി കൃത്യമായി അവരുടെ ശമ്പളത്തിൽ നിന്ന് പിടിക്കുന്നുണ്ട്, സർക്കാർ പിടിക്കുന്നുണ്ട്. എന്നിട്ട് പോലും അവർക്ക് അവകാശപ്പെട്ട ഈ PFI, EPF, ESI അടക്കമുള്ള ആനുകൂല്യങ്ങളൊന്നും തന്നെ മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രം ജീവനക്കാർക്ക് നൽകുന്നില്ല എന്നതാണ് മറ്റൊരു വസ്തുത. ഇതുമായി ബന്ധപ്പെട്ട് പലതവണ ഇവർ മലബാർ ദേവസ്വം ബോർഡ് അംഗങ്ങളോടും മറ്റും ഈ ദേവസ്വം മന്ത്രിയുമായും ഒക്കെ തന്നെ പലതവണ ഈ കാര്യം സംസാരിച്ചതാണ്. പക്ഷെ ഒരു തരത്തിൽ പോലും ഈ ജീവനക്കാരുടെ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു നടപടിയും ഈ ദേവസ്വം മന്ത്രിയുടെ ഭാഗത്തു നിന്നോ മലബാർ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നോ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല എന്നതാണ് വസ്തുത. മാത്രമല്ല, ഈ 50-60 വയസ്സ് വരെ ഒരു ക്ഷേത്രത്തിൽ ജോലി ചെയ്ത് അതിനുശേഷം ഇവർക്ക് ലഭിക്കുന്ന പെൻഷൻ എന്ന് പറയുന്നത് വെറും തുച്ഛമായ 3000 രൂപ മാത്രമാണ്. അതുകൊണ്ട് വാർദ്ധക്യകാലത്ത് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന ഒരു ചോദ്യമാണ് ഇവർ ചോദിക്കുന്നത്. ആ ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരം നൽകാൻ ഇതുവരെ ദേവസ്വം ബോർഡോ അധികൃതരോ തയ്യാറാകുന്നില്ല എന്നതാണ്. ഈ മലബാർ ദേവസ്വം ബോർഡ് അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അമ്പലത്തിന്റെ ഉന്നമനമാണ്, അല്ലെങ്കിൽ അവർ പറയുന്നത് അങ്ങനെയാണ്. അമ്പലത്തിലെ ജീവനക്കാരുടെ ഉന്നമനമാണ്, അവരെ മുന്നോട്ട് കൊണ്ടുവരിക, അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക. അതാണ് ദേവസ്വം ബോർഡിന്റെ ധർമ്മം, കടമ എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. പക്ഷേ അതൊന്നും തന്നെ ഇവിടെ നിറവേറ്റുന്നില്ല എന്നതാണ്. ഈ ക്ഷേത്രം ജീവനക്കാരോട് കാലങ്ങളായി ഈ മലബാർ ദേവസ്വം ബോർഡ് തുടരുന്ന അവഗണന അത് ഇപ്പോഴും നിർബാധം തുടരുകയാണ്. പലതവണ ഇവർ നിവേദനം നൽകി ക്ഷേത്രത്തിന് മുന്നിൽ അല്ലെങ്കിൽ സർക്കാരിന്റെ കണ്ണു തുറക്കാൻ വേണ്ടി പലതവണ സമരമിരുന്നു. എന്നിട്ടൊന്നും ഇവരുടെ പ്രശ്നം പരിഹരിക്കാൻ സർക്കാരോ അല്ലെങ്കിൽ ദേവസ്വമോ മലബാർ ദേവസ്വമോ ഇടപെടുന്നില്ല എന്നതാണ് വസ്തുത. മാത്രമല്ല, ഈ ഒരു തൊഴിലാളിയെ സംബന്ധിച്ച്, ഏതൊരു തൊഴിലെടുക്കുന്ന ആളെയും സംബന്ധിച്ച് തൊഴിൽ നികുതി അടയ്ക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ടുള്ള പെൻഷൻ ആനുകൂല്യം, PF, ESI അടക്കമുള്ള ആനുകൂല്യങ്ങൾ അവർക്ക് നൽകണമെന്നതാണ് നിയമം. പക്ഷെ അതുപോലും ഇവിടെ ലംഘിക്കപ്പെടുകയാണ് എന്നതാണ്. ഈ മാസം ഏകദേശം ഈ ഏപ്രിൽ മാസം അവസാനമാകാറായി. എന്നിട്ട് പോലും ഈ മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള പല ക്ഷേത്രം ജീവനക്കാർക്കും ശമ്പളം വന്നിട്ടില്ല എന്നതാണ്. പലരും പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്, മുഴുപട്ടിണിയിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് പോലും പലരും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പല ക്ഷേത്രം ജീവനക്കാരും തുറന്നു പറയുന്നുണ്ട്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഇവരെ തള്ളിവിട്ടുകൊണ്ട് ആണ് ഈ മലബാർ ദേവസ്വം ബോർഡ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇതിന് പ്രതിവിധിയായി ഇവർ പറയുന്നത്, ഈ മലബാർ ദേവസ്വം ബോർഡിന് കീഴിൽ മറ്റു പല വരുമാനമുള്ള ക്ഷേത്രങ്ങളുണ്ട്. ഈ ക്ഷേത്രങ്ങളൊക്കെ തന്നെ സംയോജിപ്പിച്ച ഒരു ഫണ്ടിലേക്ക് മാറ്റുക. അങ്ങനെയെങ്കിൽ തങ്ങളുടെ വരുമാനം കുറഞ്ഞ ക്ഷേത്രങ്ങളിലേക്ക് കൂടി ഈ ഫണ്ട് ഉപയോഗിക്കാൻ കഴിയും. മാത്രമല്ല, ഈ ദേവസ്വം ബോർഡ് ഗ്രാന്റ് അനുവദിച്ചിരുന്നു. നിലവിൽ ഒരു വർഷത്തിൽ 25 ലക്ഷത്തിന് മുകളിൽ വരുമാനമുള്ള ക്ഷേത്രങ്ങൾക്ക് ഈ ഗ്രാന്റ് അനുവദിക്കില്ല എന്ന് ഒരു പുതിയ നിയമം കൊണ്ടുവന്നു. ഈ നിയമം എടുത്തു കളയണം. ഇങ്ങനെ 2 ആവശ്യങ്ങൾ അല്ലെങ്കിൽ 2 കാര്യങ്ങൾ ചെയ്താൽ തങ്ങളുടെ പ്രതിസന്ധിക്ക് കൃത്യമായൊരു പരിഹാരം ഉണ്ടാകുമെന്നാണ് ക്ഷേത്രം ജീവനക്കാരൊക്കെ തന്നെ പറയുന്നത്. എന്തായാലും ഇവരുടെ പ്രതിസന്ധിക്ക് ഒരു പരിഹാരം ഉണ്ടാകണം. കാരണം കൃത്യമായൊരു ശമ്പളം, മറ്റ് ആനുകൂല്യങ്ങൾ അത് ഏതൊരു പൗരന്റെയും, ഏതൊരു സാധാരണക്കാരന്റെയും, ഏതൊരു തൊഴിലെടുക്കുന്ന ആളുടെയും അവകാശമാണ്. അതാണ് ഈ മലബാർ ദേവസ്വം ബോർഡ് കണ്ടില്ലെന്നടിക്കുന്നത്. അവരോട് തികഞ്ഞ അവഗണനയാണ് ഇവർ കാലങ്ങളായി തുടരുന്നത്. രോഹിണി, ശരി, അനഘയാണ് വിവരങ്ങൾ നൽകിയത്.